ദൈവമേ, വാടകക്കാശിന് വരുന്നുണ്ടല്ലോ. വാടകക്കാരനാണ്. അയാൾ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കി. ഞാൻ ഒഴിവാക്കിവിടാ. ഇതാണ് ഒരു ഓർമ്മ. എന്തുകൊണ്ടത്? ഈശ്വരാ, അമ്മേ, ഈ വാടകക്കാരൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ശാന്തയുടെ മക്കളുടെ കല്യാണത്തിന് ഒരു പട്ടുസാരി മേടിച്ചു തരുമോ? ആ കാശിക്ക് അയാളെ കട വെട്ടിക്കൂടെ? എന്തെങ്കിലും മാറിയത്. ഓക്കെ, വിളിക്കാറേ. ഇവിടെ ആരുമില്ലേ? കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതാരൊക്കെ വന്നേക്കണേ? അയ്യോ, ഞാനൊരു സ്ട്രോങ് ചായ എടുക്കട്ടെ 3 പേർക്കും? എന്റെ പൊന്നോ, നിങ്ങളുടെ സ്ട്രോങ് ചായ കുടിച്ചിട്ടേ ഞങ്ങളുടെ മുതലാളി കക്കൂസേന്ന് ഇറങ്ങിയത് ഇന്നാണ്. ഒടുക്കത്തൊരു ചായ. ഇന്നത്തെ ഡേറ്റ് ഓർമ്മയുണ്ടോ? 4 മാസമായി വാടക തന്നിട്ട്. ഒന്നുകിൽ എനിക്ക് വാടക വേണം, അല്ലെങ്കിൽ ഈ വീട് വിട്ടിറങ്ങണം. അല്ലാത്ത പക്ഷം ഇവരറിയാലോ. അയ്യോ മുതലാളി, അച്ഛനും മോനും വാടകയും കൊണ്ട് ഇപ്പൊ ഇതിലേ അങ്ങോട്ട് പോയുള്ളൂ. ഏതിലേ? ഇതില്ലേ. എടാ സർപ്പ, നീ വഴി പോ. എടാ തോക്ക, നീ വഴി പോ. അല്ല, ഞാനിപ്പോ ഇതിലേ പോകും. ഞാൻ ഇതിലെങ്കിലും പോ. അമ്മേ, അയാൾ പോയ? അമ്മേ പോയി, ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു. നിനക്ക് തന്റെ എന്തിയടാ? അച്ഛനാ? ആ, അച്ഛാ, നിങ്ങളവിടെ ഒളിച്ചിരുന്നോ? അല്ല, അച്ഛനെ കൊണ്ടും മോനെ കൊണ്ടും ഒരു വീട് മേടിക്കാൻ പറ്റണില്ല, വീടിന് വാടക കൊടുക്കാൻ പറ്റണില്ല. എന്താ ചെയ്യണ്ടേ? സുജാത്, ആ, ഇവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചിട്ട് വീട് മേടിക്കാന്നുള്ള പ്ലാനിലല്ല നമ്മൾ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്ക അവിടെ. 2000 രൂപ അതമ്മൊന്നും ബോബി ചെയ്തു മോനെ. പിന്നെ ഓൺലൈനിൽ ഒരു ക്രീം മേടിച്ച അമ്മയ്ക്കൊന്ന് വെളുക്കണ്ടേ? അമ്മ വരുത്തോ, അയാൾ വന്ന് തല വന്ന് വെട്ടിക്കോളും. അതൊക്കെ പോട്ടെ, അമ്മ ഒരു കാര്യം പറയട്ടെ മോനോട്. അതെ, മോനൊരു പണക്കാരി പെണ്ണിനെ പ്രേമിക്കണം. എന്നിട്ട് അതിനെ കൊണ്ടുവന്നാലേ നമുക്ക് വീടും ആവും, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. അമ്മേ, ഈ കണ്ണു മൂറും കണ്ടിട്ട് ആരും ഇഷ്ടപ്പെടാനാണ് ഒരു സാധനം ഉണ്ടാക്കിട്ടേ. അല്ല, മോൻ സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അമ്മ എന്ത് ചെയ്യാനാ മോനെ? മോന് അമ്മയെ പോലെ ആവുന്നാണ് അമ്മ വിചാരിച്ചത്. പക്ഷേ ആയതോ. അതെ, ഇതൊക്കെ പോട്ടെ. അച്ഛൻ നമുക്ക് സന്തോഷം പറഞ്ഞൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താണ് മോനെ? ഞാനൊരു ഐഡിയ കണ്ട് വെച്ചിട്ടുണ്ട്. എന്താണ്? ഇവിടെ പോയി. ആ, അഞ്ജു, 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 എത്ര നേരം ഞാൻ കടന്ന് വിളിക്കണത്. ആ ഹോൺ അടി കേട്ടപ്പോ മനസ്സിലായി മഞ്ഞുവേട്ടനാണ്. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കരുതെന്ന്. തല പൊട്ടിത്തെറിച്ച തലുണ്ടായിട്ടല്ലേ പൊട്ടിത്തെറിക്ക, പോലീസ് ഫൈൻ അടിക്കും. അഞ്ജു, നീ തമാശ വിട്. നീ ഒന്നും ഇങ്ങോട്ട് വന്നേ. ഇതെത്രയാണ്? 5. 5 അല്ലേ? ഇതെത്രയാണ്? 4. 5 4 എത്രയാണ്? 9. 9 കല്യാണം എനിക്ക് വന്നേക്കണം. അതെപ്പ ഞാൻ അറിഞ്ഞില്ലല്ലോ. അതറിയിക്കാനാണല്ലോ ഞാൻ ഈ വന്നത്. എന്നൊഴിവാക്കി വേറെ കല്യാണം കഴിക്കാനാണെങ്കിലേ കൊല്ലും ഞാൻ. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ വീട്ടിൽ സമ്മതിക്കില്ല. നിനക്ക് എക്സാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നിനക്ക് 18 വയസ്സും കഴിഞ്ഞില്ലേ? ഇനി ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചാൽ മതി. അപ്പേ, ഞാനൊരു കാര്യം പറയാം. അടുത്ത ശനിയാഴ്ച ഞാൻ ആ വളവിൽ വരും എൻ്റെ വണ്ടിയായിട്ട്. ആ വണ്ടിയിൽ നീ കയറണം, നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക്. എല്ലാത്ത പക്ഷം അഞ്ജു, ഞാൻ ഇതിൻ്റെ ഒത്ത് ചാടിച്ചാവും. ഇതിനകത്താ ഞാൻ ചാടിച്ചാവും. മനുവേട്ടാ, ഇനി അടുത്ത ശനിയാഴ്ച കാണാം. നീ പോയിക്കോ. മനുവേട്ട നിന്നേ. മനുവേട്ടന്റെ വീട്ടിൽ അച്ഛനും അമ്മയും സമ്മതിക്കോ? അവരെല്ലാം സമ്മതിക്കും. അവരുറപ്പിയാൻ പേടിച്ചിട്ടുണ്ട്. സെറ്റാണ്. അടുത്ത ശനിയാഴ്ച ഓക്കെ അല്ലേ? ഓക്കെ.
നീ പേടിക്കണ്ട മോനെ ഇതേതാടാ മോനെ ഇപ്പൊ കൊച്ച് ഒന്നും നീ ചേട്ടാ ഇങ്ങ് വന്നേ. ഞാനല്ലേ പറഞ്ഞ എല്ലാം സെറ്റാണ്. അതേ അമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, ആ. പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. ഓ. കൊച്ചാണത്, അത്യാവശ്യം പൈസ ഉള്ള വീട്ടിൽ അതെ അമ്മേ നോക്കി കണ്ടവളൊന്ന് വിളിച്ചാത്തേക്ക്. അച്ഛൻ ടെൻഷൻ അടിക്കണ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ ഓണർ ഇങ്ങോട്ട് വരുമെന്ന്. മോളെ വിളക്കെടുക്കാനൊന്നും നേരമില്ല. എന്റെ മോള് കയറി വാ. ശരി. വാ, 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 ശരി. വാ, വാ, വാ. ശരി. വാ, വാ, വാ. അയ്യോ ചേട്ടോ ചേട്ടാ അയാള് ദേ വാടക മേടിക്കാൻ വന്നിട്ടാ. എടാ രവി ഇടുവാ. നിങ്ങൾ വന്നേ. അതെ ഒരു പെങ്കൊച്ചു വന്ന് കേറിയിട്ടുള്ളൂ നമ്മുടെ വീട്ടില്. അത് ഇതൊന്നും അറിയണ്ട ഒച്ചയും ബഹളം. അതുകൊണ്ട് ഉള്ള കാശ് കൊണ്ട് കൊടുത്തിട്ട് ബാക്കി പിന്നെ തരാം. മുതലാളി ഒച്ച വെക്കരുത്. ഞാൻ ഞങ്ങൾക്കൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കുറച്ച് പൈസ ഉണ്ട്, ബാക്കി ഞാൻ വീട്ടിൽ കൊടുത്തരാം. എനിക്ക് വേണ്ട നിന്റെ പൈസ. ഈ വീടിന്റെ കരാർ എടുത്തിട്ട് വാ. കരാർക്കുന്നു. ചേട്ടാ ശരി. ചേട്ടാ ആ കൊടു. തുറപ്പാ. ദാ പിടിക്ക് ഈ വീടിന്റെ ആധാരം. ഞങ്ങൾക്ക് എന്താണ് ആധാരം? നിങ്ങളെ പോക്കുണ്ടത് എന്റെ മോളേടാ. ഈ വീടിന്റെ ഓണർ അവൾക്ക് വേണ്ടി മേടിച്ചു തരാം ഈ വീട്. എന്റെ മോളെ വിളിക്കടാ. മോനെ മനു. അച്ഛന്റെ മോളെ നമുക്ക് പോകാം മോളെ. ഇല്ല അച്ഛാ ഞാൻ വരൂല. പോട്ടടോ രവി, പോട്ടെ മോളെ, പോട്ടടാ. ഒരു മോനെ നമുക്ക് പോകണം. ഇങ്ങനൊരു മണ്ട മുതലാളി